മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സുന്ദരമായ ശീലങ്ങളുണ്ട്. മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് കണ്ടുപഠിക്കുകയും ജീവിതത്തിൽ അനുകരിക്കുകയും ചെയ്യുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾക്ക് ശീലങ്ങൾ എന്ന് പറയും. നമ്മുടെ ജീവിതത്തെ മൊത്തത്തിലെടുത്തു നോക്കിയാൽ ഒരുപാട് ശീലങ്ങളാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഉണരുന്നത്, ഉറങ്ങുന്നത്, എല്ലാറ്റിലും നമ്മുടെ പതിവ് രീതികൾ ഉണ്ടായിരിക്കും. ഈ പതിവ് രീതികളെയാണ് ശീലങ്ങൾ എന്ന് പറയുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് രീതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ മുഅ്മിനിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നതിൽ അറിയിക്കുന്നത്. പലപ്പോഴും ഇത് ഗൗരവമുള്ള വിഷയങ്ങളായി നമുക്ക് തോന്നൂല, എന്നാൽ ഗൗരവമാണ്. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല. ബാക്കിലേക്ക് കൈകെട്ടി നിൽക്കില്ല. കൈ കെട്ടുകയാണെങ്കിൽ മുന്നിലേക്ക് കെട്ടുവിടും. ഒന്നുകിൽ താഴ്ത്തി കെട്ടും അല്ലെങ്കിൽ ഉയർത്തി കെട്ടും. ഒരിക്കൽ പോലും പിന്നിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ല. അപ്പോൾ ഇതൊരു നല്ല ശീലമാണ്. നമ്മളൊരുപാട് ആളുകളെ നിരീക്ഷിച്ചാൽ അധികം ആളുകളും ബാക്കിലേക്ക് കൈകെട്ടിയിട്ടാണ് നിൽക്കുന്നത്. അതിലൊരുപാട് സൂചനകളുണ്ട്. ബോഡി ലാംഗ്വേജ് പഠിച്ചാലും മനസ്സിലാവും. എന്തോ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നു. ഓപ്പൺ ആകുന്ന ഒരാൾ ഒരിക്കലും ബാക്കിലേക്ക് കൈ കെട്ടൂല എന്നാണ്. ഈ കെട്ടിപ്പിടിക്കൽ തന്നെ ഒളിപ്പിക്കുന്നതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജാണ്. അതിൻ്റെ ഒരു ലാംഗ്വേജ്, അതിൻ്റെ ഒരു ഭാഷ എന്തോ മറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ്. പരമാവധി കെട്ടുകളൊക്കെ ഒഴിവാക്കിയിടാം. ഇപ്പോൾ നമ്മൾ കൈ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയോ വിടർത്തി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി. നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ എന്തോ ഒന്ന് മറക്കുന്നുണ്ട്. അത് ബാക്കിലേക്കായാലും പ്രത്യേകിച്ചും കാര്യമായിട്ടും. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ് ശീലങ്ങളിൽ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആംഗ്യം കാണിക്കുകയാണെങ്കിൽ മുൻകൈ കൊണ്ട് മുഴുവനും ആംഗ്യം കാണിച്ചിരുന്നു. വിരലുകൊണ്ട് മാത്രം കൊണ്ട് അങ്ങനെ ആംഗ്യം കാണിച്ചിരുന്നില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ ഒരാൾക്ക് അപ്പോൾ അതിലെന്താ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഹറാമ് ഹലാല് എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൈയും മുഴുവനും കൊണ്ടാണ് ആംഗ്യം കാണിച്ചിരുന്നത്. വാക്കുകൾ ചുരുങ്ങി എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് സംസാരമുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു. കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു നബി തങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിച്ചുകൊണ്ട് അവിടുത്തെ ശീലങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതാണ്. വെള്ളം കുടിക്കുമ്പോൾ ആദ്യം ആ വെള്ളത്തിലേക്കൊന്ന് നോക്കിയതിന് ശേഷമാണ് കുടിച്ചിരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ലോജിക്ക് അത്ര പ്രധാനമൊന്നുമല്ല. അതായത് ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത ഒരു ടാങ്കിയിൽ നിന്ന് പൈപ്പിലൂടെ വെള്ളം എടുത്താൽ പിന്നെ ഇനിയിപ്പോൾ എന്താ നോക്കാനുള്ളത് എന്ന ലോജിക്കൊന്നും അവിടെ പ്രധാനമല്ല. അത് നമ്മളൊരു ശീലമാണ്. എപ്പോഴും ഫിൽട്ടർ ചെയ്ത ടാങ്കിൽ നിന്ന് ആയിക്കോണമെന്നില്ലല്ലോ. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് നോക്കി കുടിക്കുക എന്നൊരു ശീലം കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാ സ്ഥലത്തും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒരാൾ ഒരുപോലെ ചെയ്യുക, ഇങ്ങനെ നല്ലത് എന്ന് സർട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഇതാണ് ശീലങ്ങളെ നന്നാക്കൽ. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ല ശീലങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടും. പക്ഷെ എന്നാലും പാരമ്പര്യം ഒരു ഘടകമല്ലേ? തങ്ങളുടെ വാപ്പ ഉപ്പ അങ്ങനെ പോകുന്ന ആ പാരമ്പര്യം ഒരു തുടർശീലമായിട്ട് വരില്ലേ? പാരമ്പര്യം ശീലമായിട്ട് വരാം. പക്ഷേ അവകളെ മാറ്റം വരുത്താൻ നിരന്തരമായ പരിശീലനങ്ങളെ കൊണ്ട് കഴിയും. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഒരു വിഷയം 7 ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ കഴിയും. മുതിർന്നവരാണെങ്കിൽ 21 ദിവസം ഒരു കാര്യം സ്ഥിരമായി ചെയ്താൽ മാറ്റം വരുത്താൻ കഴിയും. ഇപ്പോൾ പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് 21 ദിവസം തുടർച്ചയായി ചെയ്താൽ 22ാമത്തെ ദിവസം അലാറം വെക്കാതെ അയാൾ ഉണരുമെന്നാണ്. അപ്പോൾ ശീലങ്ങളെ നിരന്തര പരിശ്രമത്തിലൂടെ ആർക്കും മാറ്റിയെടുക്കാൻ കഴിയും. പാരമ്പര്യമായി വരുന്നത് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെയായി പോയതാണ്. അപ്പോൾ നമ്മൾ ഇതന്നെ പരിശോധിച്ചാൽ കാണും, കുട്ടികളെല്ലാവരും പുലർച്ചെ നേരത്തെ ഉണരുന്നവരായിരിക്കും. ചെറിയ കുട്ടികളെ നോക്കി എല്ലാവരും നേരത്തെ ഉണരും. ഒരു 4 മണി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കാർക്ക് ഉറക്കം വരില്ല. പിന്നെ ഉമ്മാനങ്ങനെ മാന്തിയിട്ടും എഴുന്നേൽപ്പിച്ചിട്ടും ഒക്കെ നിൽക്കും. പിന്നെ വലുതാകുന്നതിനനുസരിച്ച് ഉമ്മി വാപ്പി എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ പിന്നെ അവരങ്ങനെ എഴുന്നേൽക്കാതെ പരിശീലിച്ചു വരുന്നു. അപ്പം ഒരു മനുഷ്യൻ്റെ ജന്മന ഉള്ള ശീലങ്ങൾ നല്ലതാണെന്നാണ്.
ഒരു കുട്ടിക്ക് ജന്മന ആരോടും ദേഷ്യമുണ്ടായിരിക്കില്ല, എല്ലാരെ കണ്ടാലും ചിരിക്കും. പിന്നെ ചിരിക്കേണ്ടാത്തവരുടെ ലിസ്റ്റ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ചിരിക്കലിങ്ങനെ ഒഴിവാക്കി ചിരിക്കേണ്ടാത്തവരുടെ ലിസ്റ്റ് ഇങ്ങനെ ഫീഡ് ചെയ്ത് വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ജന്മന എല്ലാവർക്കും നല്ല ശീലങ്ങളാണുള്ളത്, അതിനെ അതേപോലെ നിലനിർത്തുക എന്നതാണ് ശീലം നന്നാക്കിയെടുക്കുക എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം. നിലവിലുള്ള ശീലങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഉൾപ്പെടെ. പക്ഷെ എന്നാലും ഒരുപാട് മോശം ശീലങ്ങളുമായി നടക്കുന്ന ഒരുപാട് ആളുകൾ പക്ഷേ ഇതിങ്ങനെ കേൾക്കുമ്പോൾ തങ്ങൾക്ക് ഈ ശീലങ്ങളൊന്നും മാറ്റി മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ, താങ്കൾ പറഞ്ഞു 7 ദിവസം 21 ദിവസം, അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നല്ല ശീലത്തിലേക്ക് കടന്നു വരാൻ. തീർച്ചയായും ഇതിലൊക്കെ വളരെ പ്രധാന ആഗ്രഹമാണ്. ഒരു മനുഷ്യൻ ആഗ്രഹമുണ്ടെങ്കിൽ അതവൻ ചെയ്തിരിക്കുമെന്നതാണ്. ശക്തമായ ആഗ്രഹം ഒരാൾ ഏത് വിഷയത്തിൽ വെച്ച് പുലർത്തിയാലും ഈ പ്രപഞ്ചം മൊത്തത്തിൽ അയാൾക്ക് ആ കാര്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ്. ഏത് കാര്യമാണെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ശീലത്തെ മാറ്റിയെടുക്കണം, ഞാൻ ഇങ്ങനൊന്നും ആയാൽ പോരാ എന്ന ചിന്തയുണ്ടായിത്തീരുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒന്നിച്ച് ഒറ്റയടിക്ക് മാറ്റമല്ല വേണ്ടത്, ഓരോന്നോരോന്നായി മാറ്റം വരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം മാറ്റം വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ പറയുമ്പോൾ ഞാൻ ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് സംസാരത്തിൻ്റെ ശൈലിയെ മാറ്റിയെടുക്കുക എന്നതാണ്. ഒരാളെ പിശാച് സ്വാധീനിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യമായി സ്വാധീനിക്കുക അയാളുടെ നാവിൽ, അയാളുടെ സംസാരത്തിനെ ആയിരിക്കും. ഒരു മനുഷ്യൻ നന്നാവുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം വർത്തമാനം നന്നാവലാണ്, സംസാരം നന്നാവലാണ് ഒരു മനുഷ്യൻ നന്നാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അപ്പോൾ മാറാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യമായി മാറ്റം വരുത്തേണ്ടത് സംസാരത്തെയാണ്. അവിടുന്ന് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങണം. ഞാൻ നിങ്ങളെ വിളിക്കേണ്ടത് എനിക്ക് വിളിക്കാൻ ഇഷ്ടമുള്ള പേരല്ല, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പേരായിരിക്കണം. അങ്ങനെ സംസാരത്തെ മാറ്റം വരുത്തണം. സംസാരിക്കുന്നതിനേക്കാൾ പഠിക്കാനുള്ളത് സംസാരിക്കാതിരിക്കാനാണ്. സംസാരിക്കാൻ വല്ലാതെ പഠിക്കൊന്നും വേണ്ട, തൊള്ളേ കൂടി വരുന്നൊക്കെ പറഞ്ഞാൽ മതി. വർത്തമാനം പറയാതിരിക്കണമെങ്കിൽ നല്ല വിവരം വേണം. നമ്മളെവിടെയോ വായിച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും രാവിലെ തന്നെയുള്ള അവയവങ്ങൾ നാവിനോട് പറയും, നീ ഒന്ന് സൂക്ഷിക്കണം, കാരണം നീ പിഴച്ചാൽ ഞങ്ങൾക്കെല്ലാം അടി കിട്ടും എന്ന് പറഞ്ഞൊരു ഇസ്ലാമിക. അത് നമ്മളെ നെഹ്വിലെ കിതാബുകളിലൊക്കെ ഷായിർ ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് വേണ്ടി കൊടുക്കുന്ന ചില ബെയ്ത്തുകളിൽ ഇങ്ങനത്തെ ഒരുപാട് പരാമർശങ്ങളുണ്ട്. എത്ര മനുഷ്യരാണ് നാവിനാൽ കൊല്ലപ്പെട്ടത്. ഒരുപാട് ആളുകൾ നാവ് കൊണ്ട് കൊല്ലപ്പെട്ടു, എത്രയോ ആളുകൾ നാവ് കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. മനുഷ്യനെ കൊല്ലാനും മനുഷ്യനെ ജീവിപ്പിക്കാനും അവൻ്റെ നാവിന് കഴിയും. അപ്പോൾ നാവാണ് പ്രധാനം, സംസാരം. ഒരുപക്ഷെ എത്ര കാണാൻ ഭംഗിയില്ലാത്ത ഒരാളാണെങ്കിലും ചില ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആകർഷണീയത തോന്നും. തീർച്ചയായും ഭംഗികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഭംഗി സംസാര ഭംഗിയാണ്. 3 തരം ഭംഗികൾ മുമ്പെപ്പോഴോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1 സ്വഭാവ ഭംഗി, 2 സംസ്കാര ഭംഗി, 3 സംസാര ഭംഗി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഭംഗി സംസാര ഭംഗിയാണ്. ബാക്കിയൊക്കെ അതിൻ്റെ താഴെയുള്ളൂ. തൊലിവെളുപ്പ് സൗന്ദര്യമല്ല, സൗന്ദര്യത്തിൻ്റെ ഒരു നേരിയ ഘടകം മാത്രമാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സംസ്കാരം, സ്വഭാവം, സംസാരമാകുന്നു. ഇപ്പോൾ നമ്മൾ ഈ ശീലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാകും ശീലങ്ങളെ മാറ്റണം. അപ്പോൾ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ഈ ശീലങ്ങളെ മാറ്റിയെടുക്കേണ്ടത്? 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എൻ്റെ ശീലങ്ങളെ മാറ്റിയെടുക്കൽ. രണ്ടാമത്തെ കാര്യം, ഞാൻ മറ്റൊരാളുടെ ശീലത്തെ മാറ്റിയെടുക്കൽ. ഇത് രണ്ടും നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് ശീലങ്ങൾ വന്നു ചേരുന്നത്. ഒന്നാമത്തേത് ഖുദ്വത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയിലൂടെയാണ്. തുടർച്ച എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുണ്ട് ആവട്ടെ. അവർ പാരമ്പര്യമായി ദേഷ്യമുള്ളവരാണ്. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ഇനിയിപ്പോൾ അതിൽ ഞാൻ മാത്രം ദേഷ്യമില്ലാത്ത ആളായിട്ട് പിന്നെ ഇനിയിപ്പോൾ പാരമ്പര്യത്തിനൊരു കുഴപ്പം വരണ്ട, എന്നാൽ പിന്നാണ്ട് ദേഷ്യപ്പെട്ട് കളയാം. ഇങ്ങനെ മുൻഗാമികളെ, മുമ്പേ നടന്നു പോയവരെ, ഇതെല്ലായിടത്തും ഉണ്ടാകും, വീട്ടിൽ മാത്രമല്ല, ക്യാമ്പസുകൾ, സ്ഥാപനങ്ങൾ എല്ലാം പരിശോധിച്ചാൽ റാഗിങ് ഒക്കെ അങ്ങനെ വരുന്ന സാധനമാണ്. ഖുദ്വത്താണ്. മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ട് പിൻഗാമികൾ ചെയ്യുന്നത്, ജ്യേഷ്ഠനെ തുടർന്ന് അനുജൻ ചെയ്യുന്നത്, ഉമ്മയെ തുടർന്ന് മക്കൾ ചെയ്യുന്നത്, ഇതാണ് ഖുദ്വത്ത് കൊണ്ടുണ്ടാവുന്ന. രണ്ടാമത്തേത് ആദത്താണ്. ആദത്ത് എന്ന് പറഞ്ഞതാണ് പതിവ് രീതികൾ. പിന്നെ വീടുകളിലുണ്ടാവും, ചില നാടുകളിലുണ്ടാവും, ചില കുടുംബങ്ങളിൽ, ചില തറവാടുകളിലുണ്ടാവും പതിവ് രീതികൾ. ഈ പതിവ് രീതികൾ ശീലങ്ങളെ
നന്നാക്കുകയും കേടുവരുത്തുകയും ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അപ്പോൾ ഈ പതിവ് രീതികളെ മാറ്റം വരുത്തിയാൽ ശീലങ്ങളെ നന്നാക്കാൻ കഴിയും. മൂന്നാമത്തേത് മൗഇളത്താണ്. ഉപദേശങ്ങളെ കൊണ്ട് ശീലങ്ങളെ നന്നാക്കിയെടുക്കാൻ കഴിയും. ഇതിനൊക്കെ രണ്ട് സൈഡുണ്ട്. ഞാൻ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ ഞാൻ തന്നെ മാറുന്നു, എൻ്റെ ഉപദേശം കേട്ട് നിങ്ങളും മാറുന്നു. ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും രണ്ട് സൈഡുണ്ട്. മുഴുവൻ കാര്യം സ്വയം നന്നാവാനും മറ്റൊരാളെ നന്നാക്കാനും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉപകാരപ്പെടും. അപ്പോൾ മൂന്നാമത്തേത് മൗഇളത്താണ്. നാലാമത്തേത് മുലാഹദത്താണ്. മുലാഹദ എന്ന് പറഞ്ഞാൽ പരിഗണനയാണ്. പരിഗണനയിലൂടെ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പം നമ്മളെ കുട്ടികൾ വേണ്ടാത്തത് ചെയ്യുമ്പോൾ നമ്മളത് പരിഗണിക്കുന്നേ ഇല്ല. വേണ്ടത് ചെയ്യുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ വേണ്ടത് മാത്രം ചെയ്തു തുടങ്ങും. ഇങ്ങനെ പരിഗണന ശീലങ്ങളെ മാറ്റിയെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അഞ്ചാമത്തേത് ഉഖൂബത്താണ്. ശിക്ഷയിലൂടെ ശീലങ്ങളെ മാറ്റിയെടുക്കുക എന്നതാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തെല്ലാം വിഷയങ്ങളിൽ ശിക്ഷ നൽകിക്കൊണ്ട് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശീലങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ ശിക്ഷയ്ക്ക് വലിയ പ്രാധാന്യം. നമ്മളൊരു പൊതുസമൂഹത്തിൽ അനുവർത്തിക്കേണ്ട ഒരുപാട് ശീലങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ചില ബസ്സിലോ അല്ലെങ്കിൽ സദസ്സിലൊക്കെ ചില ആളുകൾ അടുത്ത് തുമ്മൽ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയും പിന്നെ അടുത്ത ആർക്കിരിക്കാൻ പറ്റാത്ത രീതിയിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ തുമ്മും. അപ്പോൾ ഇസ്ലാമികമായി ഒരു ഏത് രംഗത്തും ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ നിരവധി ശീലങ്ങളെ അഭ്യസിപ്പിച്ചാൽ ഈ പരിശീലിപ്പിക്കുന്ന ഒരു മത സംവിധാനമാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്ക് കൂടി താങ്കൾക്ക് എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ ഏതെല്ലാം ശീലങ്ങളാണ് നമ്മൾ ഗുണപരമായി അനുവർത്തിക്കേണ്ടത്? ഈ തുമ്മുക എന്നത് ഉന്മേഷത്തിൻ്റെ മേൽ അറിയിക്കുന്നതും കോട്ടവായി ഇടുക എന്നത് ഒരാളുടെ ക്ഷീണത്തിൻ്റെ മേൽ അറിയിക്കുന്നതുമാണ്. ഇസ്ലാമിക ഭാഗത്തിലൂടെ പറയുമ്പോൾ തുമ്മൽ പിശാചിന് ദേഷ്യമുള്ളതും കോട്ടവായി ഇടൽ പിശാചിന് ഇഷ്ടമുള്ളതുമാണ്. കോട്ടായിട്ടാൽ ഇങ്ങനെ ആൾ അങ്ങനെ ക്ഷീണിച്ച് അങ്ങനെ പോകും. ഒരാൾ വേറൊരാളുടെ മുഖത്തേക്ക് നോക്കി കോട്ടായിട്ടാൽ അയാൾക്കും കോട്ടായിടാൻ തോന്നും. അങ്ങനെ ഒരു പകരുന്ന അസുഖം പോലെ എല്ലാവരും ക്ഷീണിതരായിട്ട് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടത്തെ കൈകൊണ്ട് വായ പൊത്തി പിടിച്ചാണ് കോട്ടവായി ഇടേണ്ടത്. അങ്ങനെയാണ് പിന്നെ പരിശുദ്ധമായ ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. തുമ്മുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യം ചെയ്യാറുണ്ടായിരുന്നു. ഒന്ന്, തൻ്റെ കയ്യിലുണ്ട് എന്തെങ്കിലും തുണി കൊണ്ട് വായ പൊത്തിപ്പിടിക്കാറുണ്ടായിരുന്നു. രണ്ടാമത്തേത് ശബ്ദം മാക്സിമം താത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മിയിരുന്നത്. അപ്പോൾ തുമ്മുമ്പോൾ ഈ രണ്ട് ശീലങ്ങളെ നിർബന്ധമായും, ഒന്ന് ശബ്ദം എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറക്കണം. രണ്ട്, എന്തെങ്കിലും തൂവാല കൊണ്ട് കർച്ചീഫ് കൊണ്ട് ഒന്നുമില്ലെങ്കിൽ കൈ കൊണ്ടെങ്കിലും വായയും മൂക്കും പൊത്തിപ്പിടിച്ചതിന് ശേഷമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ചര്യയെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്നൊരു നെയ്യത്ത് കൂടി ഉണ്ടെങ്കിൽ പാരത്രിക ലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ട് കൂടി. തീർച്ചയായും ദുനിയാവിലും ആഖിറത്തിലും കാര്യം കിട്ടും നിയ്യത്ത് നന്നാക്കിയാൽ. ഇപ്പോൾ നമ്മൾ സംസാര ഭംഗിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സംസാരത്തിൻ്റെ രീതികളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു സംസാരം ഏറ്റവും